രാവിലെ ഫിറോസ് ഖാന്റെ ഒരു വീഡിയോ എടുത്തിട്ട് അത് ഷെഡ്യൂൾ വെച്ച് പോയതാണ് കേട്ടാ. അതായത് ഞാൻ ഈ സജ്ജന പറയുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ വിട്ട് അത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സജ്ജനയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ബിസി ആയിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്നലെയുള്ള ആ വീഡിയോ അങ്ങ് പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് അങ്ങ് പൊക്കി അടിക്കുന്നുണ്ട്. ഒരു പൊന്നി ചെങ്ങായിമാരെ, ഈ സജ്ജന എന്ന് പറയുന്ന അയാളുടെ ഭാര്യ വന്ന് പറയുമ്പോഴാണ് അവൻ്റെ ആ ഫ്രോഡ് തരം മുഴുവൻ ഞാൻ അറിഞ്ഞത് എന്നുള്ളതാണ്. ഉള്ള കാര്യം എന്താ പറയുന്നത്, ആ സ്ത്രീ പറയുന്നത് എത്ര കറക്റ്റാണെന്നറിയാം. പക്ഷെ എനിക്ക് കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരെ നിങ്ങൾ ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ കുഞ്ഞ് എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും. അതിന് അച്ഛനില്ല, അതിന് അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയും കൂടിയിട്ട് മറ്റൊരു കല്യാണം കഴിച്ച് പോയപ്പോൾ ആ കുഞ്ഞ് അനുഭവിച്ച വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിക്കുമ്പോൾ തേനേ പാലേ എന്നൊക്കെയാ പറയുക. അതായത് നീ എൻ്റെ കൂടെ വന്ന് താമസിച്ചോ, നിന്റെ മകൾ എൻ്റെ കൂടെ വന്ന് താമസിച്ചോ, എൻ്റെ മകളും കൂടിയല്ലേ എന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി കല്യാണത്തിൽ നിന്ന് മാറി നിൽക്കണം. അതായത് 90% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞുള്ളവർ കല്യാണം കഴിച്ചിട്ട് ആ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സജ്ജന എന്ന് പറയുന്ന ഒരു സ്ത്രീ നല്ലൊരു അമ്മയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അവര് നല്ലൊരു ഭാര്യയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവര് വളരെ നല്ല സ്ത്രീ തന്നെയാണ്. കാരണം അവരെ പറ്റിയിട്ട് നമ്മൾ കേട്ടതൊന്നും ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും തെറ്റ് തന്നെയാണെന്ന് പറയും. കാരണം അവരല്ല ശരിക്കും തെറ്റുകാർ ആരാന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോഴേ വേറെ ആരുമല്ല, നമ്മളെ ഫിറോസ് ഖാനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. എനിക്ക് ഇയാളെ പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തോ തരികട പരിപാടിയാ, അങ്ങനെയുള്ള ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിലൂടെ തന്നെയാണ് എനിക്ക് ഈ ചങ്ങാതിനെ പരിചയം. അപ്പൊ അങ്ങനെ ആ പരിപാടിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ എന്നാ പറയണ്ടേ, ആ മുടികൊണ്ടുള്ള അഭ്യാസവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇവൻ പിന്നെ പെണ്ണ് കെട്ടുന്നത്. പിന്നെ ഏതൊരു മമ്മൂട്ടിന്റെ ഏതൊരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും ഇവൻ ക്ലച്ച് പിടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇവൻ ഇത്രയൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയൊക്കെ ഇതാക്കിയിട്ടുണ്ടെങ്കിലും ഇവൻ എവിടെയും ക്ലച്ച് പിടിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവന്റെ സ്വഭാവമായിരിക്കാം. അപ്പൊ ഇവൻ അങ്ങനെ ആദ്യത്തെ ആ വിവാഹ ബന്ധಕ್ಕೆ മോചനമായതിനു ശേഷം ഈ സജ്ജന എന്ന് പറയുന്ന ഈ സ്ത്രീയെ കണ്ടുമുട്ടുന്നു. പിന്നെ അവരെ കല്യാണം കഴിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് 1 മാസം കൊണ്ട് തന്നെ ഇവന്റെ സ്വഭാവം മനസ്സിലായി. അപ്പോഴെങ്കിലും ഇവർക്ക് ഒഴിവാക്കി വരാമായിരുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ കല്യാണം കൂടി അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്താഗതി തന്നെയാണ് അവരെ അവിടെ പിടിച്ചു നിർത്തിയത്. പിന്നെ വേറൊരു കാര്യം പറയാം, ഇവന്റെ കൂടെ ചേർന്നത് കൊണ്ട് ആകെയുള്ള ഒരു നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കിപ്പോഴും കുറച്ച് സിനിമകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയലുകളും പിന്നെ എന്ന് പറഞ്ഞാൽ അവരെ 10 ആൾ അറിയപ്പെടാൻ ഇടയായി എന്ന് മാത്രമാണ്. അതായത് അതൊരു വലിയൊരു ഗുണം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഉണ്ടല്ലോ, അതൊരു വലിയ ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ഇയാളുടെ ഈ കാര്യങ്ങളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇയാളുടെ ചില വൃത്തികേടുകൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ കണ്ടുപിടിക്കുന്നു. അതിൽ എനിക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സജ്ജന പറയുന്നുണ്ട് ഏതോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് വലിക്കുന്നു, കുടിക്കുന്നു, അതുപോലെ തന്നെ പെണ്ണുങ്ങളെല്ലാം എന്താ പറയേണ്ടത് ഇത് ജ്യൂസ് അടിക്കുന്നു, അങ്ങനെ ഒരു വലിയൊരു ചിൽഡ് പാർട്ടി നടത്തുന്നത്. ഈ വൃത്തികെട്ട സംഭവം തന്നെ സീരിയലിലും സിനിമയിലും ഇങ്ങനെയുള്ള ആൾക്കാർ നടത്തി കഴിഞ്ഞാൽ അവരുടെ കുടുംബം ഇന്ന് പൊളിഞ്ഞു നോക്കിയാൽ മതി. അതായത് ഇതുപോലെയുള്ള കൂതറകളുടെ കൂടെ കൂടിയിട്ട് അതിൻ്റെ അകത്ത് കൂട്ടുപിടിക്കുന്ന ഒരുത്തന്റെ പേര് പറയുന്നുണ്ട്. ഓന്റെ ഭാര്യയെ ഓനെ ഉപേക്ഷിച്ച് പോയതാണ് എന്നിട്ടാണ് ഓന്റെ പേര് പറയുന്നത്. അതായത് ആ വേട്ടാവളിയൻ ഒരു എന്താ പറയുക, നമ്മളെ കഴിഞ്ഞ ബിഗ് ബോസിലുള്ള ഒരുത്തരുണ്ടല്ലോ, അവന്റെ ഭാര്യയെ അവനെ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പരസ്പരം പുണരും, പരസ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കും. അതായത് വെള്ളടിച്ചിട്ടല്ലേ, ആണ് പെണ്ണ് വെള്ളടിച്ചു കഴിഞ്ഞാൽ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവരൊക്കെ പറയും അയ്യോ അങ്ങനെയൊന്നും നടക്കത്തില്ല കേട്ടോ. നടക്കൂടോ, അങ്ങനെയൊന്നും പറയണ്ട. ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയിട്ട് ചിൽഡാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുറേ കുപ്പിയും മേടിച്ച് കുറേ ഇതും അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഏടിക്കും ബോധം ഉണ്ടാവുമോ? അങ്ങനെയെന്ന് പറഞ്ഞാൽ പലതും നടക്കൂല എന്ന് സജ്ജനന്റെ ഒരു വിചാരം മാത്രമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, പലരുടെയും ഈ പിന്നെ സിനിമാ താരങ്ങളായാലും അതുപോലെ തന്നെ മറ്റുള്ള
മറ്റുള്ളവരായാലും ഇവരുടെയൊക്കെ കുടുംബത്തിലെ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പാർട്ടികളും ഇതുമാണ്. മിക്ക ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയൊന്നും ഇമാതിരി പരിപാടിക്കൊന്നും കൊണ്ടുപോകില്ല. അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ സജ്ജന ചെന്ന് പെട്ടത് വലിയൊരു കാര്യം എന്നേ ഞാൻ പറയുള്ളൂ. അതായത് അവരും കൂടി അഭിനയിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലാതെ എന്ന് പറഞ്ഞാൽ ഭാര്യനും കൊണ്ടാട് പോകില്ല. ആടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാ, മറ്റു സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ടാകും. അവന്മാർ കുടിക്കും ബലിക്കും, ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ബലിൻ്റെ ഉള്ളിൽ മറ്റേ സാധനം കൂടി തിരികെ വെക്കും. ഇപ്പോഴാണെങ്കിൽ ME&D AD CD ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള മയക്കുമരുന്നുകളാണ് ഇപ്പോൾ ഇവർ അവിടെ എവിടെയൊക്കെ തിരികെ വെക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കൂതര പാർട്ടികൾ ഇതൊക്കെ സിനിമാ താരങ്ങളായാലും സീരിയൽ താരങ്ങളായാലും മറ്റുള്ളവരായാലും എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ സജിന പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇയാളുടെ ചാറ്റ് പിടിച്ചോന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഇയാളുടെ ഭാര്യ അവിടെ കിടക്കുമ്പോഴേ ഇയാളെ പോയിട്ട് ചാറ്റ് ചെയ്യുക മറ്റൊരു പെണ്ണിനോട് വളരെ വൃത്തികെട്ട രീതിയിൽ. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അവരോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെയാ പെരുമാറുന്നത്? ഇയാളെ വിശ്വസിച്ച് ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്താ പറയേണ്ടത്? എൻ്റെ പൊന്നുമക്കളെ ഞാനില്ല കേട്ടോ, എൻ്റെ ഭാര്യയുണ്ട് എന്നല്ലേ പറയേണ്ടത്? അതിന് പകരമായിട്ട് കിട്ടുന്നതെല്ലാം ഇങ്ങോട്ട് പോന്നോട്ടെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വേട്ടാവളിയാനുണ്ടല്ലോ, ഒരു ജിമ്മർ എന്നാ കരീമ. ആ കരീമിന്റെ അതേ സ്വഭാവം തന്നെ ആ പെണ്ണവിടെ പ്രസവിച്ച് കിടക്കല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിന് ഐഫോൺ മേടിക്കാനും മറ്റേനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സ്ത്രീയുടെ അവരെടുക്കുന്ന പൈസ വാങ്ങിച്ചിട്ടാണ് കൊടുത്തത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് നശൂലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവന്മാരെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അതായത് കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട്, സീരിയൽ താരമാണെങ്കിലോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആണെങ്കിലോ ഇവർക്കൊന്നിൽ കൂടുതലാകാം. അതുപോലെ ഇവരെയൊക്കെ തേടിയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ ഇങ്ങോട്ട് തേടിയിട്ട് വരും. അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഭർത്താമതികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ തന്നെ ഒഴിവാക്കിയവരുണ്ടാകാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവ് അറിയാതെ ആയിട്ട് വരുന്ന കള്ളപ്പടക്കങ്ങളായിട്ട് വരുന്നവരുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. ഇപ്പൊ വിദേശത്ത് നോക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല സാമ്പത്തിക സഹായങ്ങളൊക്കെ കിട്ടും. കാരണം എന്താ, രാത്രി കാലങ്ങളിൽ അങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് നീ കുളിച്ചോ, നീ ഉറങ്ങിയോ, നീ എന്താണ് ചെയ്യുന്നത്, നീ എന്താണ് അവിടെ ഇതാക്കുന്നത്, നിന്നെ ഞാൻ ഉറക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇപ്പം കണ്ടില്ലേ, മറ്റോന്റെ ചാറ്റ് വെളിയിൽ വരുന്നതിനെ കണ്ടില്ലേ, അടിച്ച് ഞാൻ പൊട്ടിച്ച് കളയുന്നു നിന്റെ അത് എന്തൊക്കെയാ വൃത്തികേടന്മാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അന്ന് തന്നെ സഞ്ജന ഒഴിവാക്കേണ്ടതായിരുന്നു. ഏതായാലും അവർക്ക് അതിന് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ സജ്ജന പറഞ്ഞത് എന്താണെന്നറിയാം, അതായത് അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, അതുകൊണ്ട് അതിലാരും ഇടപെടണ്ട എന്നുള്ള കാര്യത്തിൽ അവരങ്ങ് രണ്ടുപേരും അങ്ങ് പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒളിയമ്പുകൾ വരാൻ തുടങ്ങി. ഉള്ള കാര്യം പറയാലോ, എൻ്റെ പൊന്നു മക്കളെ, ഈ സജ്ജന എന്ന് പറയുന്ന യുവതി പറയുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ്, അതായത് ഞാൻ ഈ കേട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 9 മണിക്കാട്ടോ, ഈ 9 മണി വരെ ഞാൻ വിശ്വസിച്ചത് എന്താ അറിയാ, ഈ ഫിറോസ് ഖാൻ തന്നെയാണ് തെറ്റുകാരൻ, അല്ല ഈ സജ്ജന തന്നെയാണ് തെറ്റുകാരൻ. ഫിറോസ് ഖാൻ നല്ലവനല്ലേ, അയാൾ കുടുംബം നിലനിർത്താനല്ലേ നോക്കിയത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വിഷമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതായത് ഇവൻ്റെ ഒന്നും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇവൻ ബിഗ് ബോസിൽ കാണുന്നത് ഇവൻ്റെ ഒറിജിനൽ രൂപവും ഒറിജിനൽ സ്വഭാവവുമാണ്, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവരെ അഭിനയൊന്നും അല്ല. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നേരം പറയുവായിരുന്നു അതെന്തോ ഓൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനെയെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ശരിയാണ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിലെന്ന് പറഞ്ഞാൽ സജ്ജനയും കുറ്റക്കാരി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ സജ്ജന എന്ന് പറയുന്ന സ്ത്രീയുടെ എന്താ പറയുക, ഞാൻ 4 വർഷമായി പ്രണയത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടതാണ്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇതിൽ പ്രതികാരമായിട്ട് അവരെന്തെങ്കിലും ചെയ്തിനോ, ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യാം, സജ്ജന പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് റിയാക്ട് ചെയ്യണം. അതൊക്കെ നമുക്കൊന്ന് ചെയ്തിട്ട് വരാം. ഇത് മൊത്തത്തിൽ എടുത്തിട്ട് അങ്ങ് വെക്കുന്നൊന്നുമില്ല, കാരണം നിങ്ങളെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പൊ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഫിറോസിനെ കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സജ്ജന ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ നമ്മൾ കുഞ്ഞിനെ തന്നിടാന്ന് പറഞ്ഞു. ആദ്യത്തെ മാസമായപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞിനെ കാണാൻ പോകുന്നതും കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും എല്ലാം പയ്യെ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പൊ തന്നെ ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു. ഈ ഒരു പ്രശ്നത്തിലോ എന്നിട്ടും ഞാൻ സഹിച്ചു നിന്നു. കാരണം സെക്കൻഡ് മാരേജ് അല്ലേ, നാട്ടുകാരറിഞ്ഞ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്താണ് ഇതിന്റെ രണ്ടാമത്തെ മാരേജും അതും പ്രശ്നമായി എന്ന് പറയുന്നത് പേടിച്ച് തന്നെ സത്യം പറഞ്ഞാൽ പലതും മിണ്ടാതിരുന്നിട്ടുള്ളത്. അത് കുറെ കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് 2 മാസമായപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഞാനും എനിക്ക് പ്രഗ്നന്റ് ആയി. ആ സമയത്ത് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല.
എന്റെ കുഞ്ഞിന് 2.5 വയസ്സുള്ളൂ. ആ സമയത്ത് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞെന്ന് പറയുമ്പോൾ അവൾക്ക് കൊടുക്കുന്ന ഒരു കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞ ഒരു 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് ആ ഒരു സാധനമാണ്. അതും ഞാൻ പുള്ളിക്കാരൻ്റെ ആദ്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിവാഹം കഴിക്കാൻ പാടില്ല. അതായത് ആ കുഞ്ഞിൻ്റെ ഗതി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധോഗതിയായിരിക്കും. ഈ പറയുന്ന സ്നേഹമോ കരുണയോ പ്രശ്നങ്ങളോ ഒന്നും കാണൂല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവനൊന്നും എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സ്നേഹനിധിയായ ഒരു ബാപ്യനാകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ മാത്രം ഈ ഫിറോസിൻ്റെ കാര്യം അല്ലെങ്കിൽ സജ്ജനയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, പല ആൾക്കാർക്കും പറ്റുന്നത് തന്നെയാണ്. പക്ഷേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സുഖം നോക്കി പോകുമ്പോഴേ അവിടെ ഒരാളുണ്ട്, രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞതുപോലെയാണ്. ഏതായാലും ബാക്കിയും കൂടി കേട്ടിട്ട് വരാം. അപ്പൊ പുള്ളിക്കാരനൊപ്പം പറഞ്ഞു, സജന എനിക്ക് എന്റെ മോളെ കിട്ടുന്നില്ല. അവിടുത്തെ കുറെ കാര്യങ്ങൾ വന്നിട്ട് എനിക്ക് കുഞ്ഞിനെ കിട്ടുന്നില്ല, എനിക്ക് കുഞ്ഞിനെ മിസ്സിംഗ് ആണ്, എനിക്ക് കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ഞാൻ മെന്റലി കുറച്ച് ഡിപ്രഷൻ ആയി പോകും, അതുകൊണ്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞ ലാസ്റ്റ് കുഞ്ഞെങ്കിൽ കുഞ്ഞാവാന്നുള്ളൊരു പ്ലാനിങ് ആയി. നെക്സ്റ്റ് മന്ത് തന്നെ കുഞ്ഞാവുന്നു, പ്രഗ്നന്റ് ആയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ കുഞ്ഞിനെ വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റത്തില്ല, എന്റെ വീട്ടിൽ വിളിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഈ മോൻ ഉണ്ടായ സമയത്തെ വയറ്റിലുണ്ടാകുന്ന സമയത്തെ ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെങ്ങാതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് പെരുമാറുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോ തരത്തിൽ തന്നെയാണ് ഇയാൾ പെരുമാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാളെയൊക്കെ സഹിച്ച ഇവരെ സമ്മതിക്കണമെന്ന്. ഇത്രയും നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ ആട്ടും തുപ്പും ഏറ്റിട്ട് പിടിച്ച് നിന്നില്ലേ, എന്തൊരവസ്ഥയാണ്. അപ്പോഴും എൻ്റെ ഒരു ചോദ്യം ഇതാണ്, അതായത് എന്തുകൊണ്ടാണ് സജ്ജനയ്ക്കെതിരെ അന്ന് ഇങ്ങനെ ഒരു ആരോപണം വന്നത്? ഏതോ ഒരു ലൈവിൽ സജ്ജന വിളിച്ചു പറഞ്ഞു എന്നുള്ള തരത്തിൽ, ഞാൻ 4 വർഷമായി ഒരാളുമായി പ്രണയത്തിലായിരുന്നു എന്നുള്ള തരത്തിൽ എങ്ങനെയാണ് വന്നത്? അതാണ് എനിക്ക് സംശയമായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഡൺ, വേറെ ഒന്നും ചെയ്യാനില്ല. അതിപ്പോൾ എന്നെ ബോധിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടാ. പൊതുവായിട്ട് നമ്മൾ നോക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയായത്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ രണ്ടാം ഒരുപാട് വേദനയായിരിക്കും ചില ആൾക്കാർക്ക്. അതായത് ഒരു 98% ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം കെട്ടിലും രക്ഷപ്പെടാതെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സൈക്കോ തരങ്ങളായ ഭർത്താക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ഒരുപാടെണ്ണം ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ രണ്ടാം കെട്ടൊക്കെ കെട്ടി നിൽക്കുന്നവരോട് പോയി ചോദിച്ചാൽ മതി എങ്ങനെയുണ്ടോ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പൊന്ന് ചങ്ങാതിയെ, ആ പെണ്ണോ എങ്ങനെയാണ് ഇവനെയൊക്കെ ഒഴിവാക്കി പോയതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്നാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കൂടെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞ ഒരു സൈക്കോ ആയിട്ട് മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യമാർ ഡിവോഴ്സ് ചെയ്ത് പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരല്ല കൂടുതൽ ഡിവോഴ്സ് ചെയ്യുന്നത്, ഭാര്യമാർ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് എന്ന് പറയുന്നവൻ ഒരു സൈക്കോ ആയിട്ട് മാറും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിന്നെ എന്താ പറയേണ്ടത്, അവനാണെങ്കിൽ വേറെ ഏതെങ്കിലും കൃഷി ഇറക്കും, അവനാണെങ്കിൽ ഒരുപാട് കൂട്ടുകെട്ടുകൾ ഉണ്ടാകും, അവൻ എവിടെയെങ്കിലും പോയിട്ട് കൃഷി ഇറക്കി പിന്നെ അവരുമായിട്ട് പഞ്ചാരി അടിക്കും. ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് പിടിക്കൂലല്ലോ. അവളെന്ത് ചെയ്യുന്ന വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ ശല്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഓടി രക്ഷപ്പെടുന്നവരാണ് മിക്ക ആൾക്കാരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പെണ്ണ് കെട്ടുമ്പോഴും അതുപോലെ തന്നെ ഇവനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരുപാട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ താരങ്ങളെയോ സീരിയൽ താരങ്ങളെയോ ഒന്നും കെട്ടാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല കേട്ടോ, ചുരുക്കം ചില ആൾക്കാരുടേതാണ് പറയുന്നത് എന്ന് വിചാരിച്ച നല്ല രീതിയിൽ സീരിയലിലോ സിനിമയിലൊക്കെ ദാമ്പത്യ ജീവിതം നയിക്കുന്ന നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട്. ഞാൻ ചില ആൾക്കാരുടെ കാര്യമാണ് ഇതിൽ പറയുന്നത്. പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തുടങ്ങും. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കൽ എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് ചെറിയ പ്രശ്നം മതി, അത് ആളിപ്പടർന്ന് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ഞാട്ടയാകാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും വേണ്ട. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതൊന്നും തീർന്നില്ല, തീർക്കാനും ഉദ്ദേശമില്ല. നന്ദി, നമസ്കാരം.